എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും അനുഭവത്തിലേക്ക് കടക്കുകയാണ്. അനുഭവം അയച്ചു തന്നവർ ആരും തിരക്ക് കൂട്ടണ്ട കേട്ടോ. എല്ലാവരുടെയും ഇത് വായിക്കും. പുതുതായിട്ട് തൽക്കാലം അയക്കുന്നത് നിർത്തിവെക്കുക. ഞാൻ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അത്യാവശ്യമുള്ളവരുടേതാണെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തു വരിക, എന്നിട്ട് അയക്കാൻ ശ്രമിക്കാം. ശ്രീകാന്ത് സാർ നമസ്കാരം. എൻ്റെ പേര് ഇന്ദു. ഞാൻ ത്രിമധുരത്തിലെ ഒരു അംഗമാണ്. ഞാനിതിൽ നേരത്തെ ഒരു അനുഭവം അയച്ചിട്ടുണ്ടായിരുന്നു. അത് സാറ് വായിക്കുകയും ചെയ്തിരുന്നു. അതിന് ഒരുപാട് നന്ദി. ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് 2 മാസമായതേ ഉള്ളൂ. ഇനി എൻ്റെ അനുഭവം പറയട്ടെ. എൻ്റെ വീട്ടിൽ 2025 ഓഗസ്റ്റ് മാസത്തിൽ വീട്ടിലെ ടാങ്കിലടിക്കുന്ന വെള്ളം ലീക്കായി പോകുന്നു. ഒരു ടാങ്ക് വെള്ളം നിറച്ചാൽ 3-4 മണിക്കൂർ കൊണ്ട് എല്ലാ വെള്ളവും തീർന്നു പോകും. ഞാൻ ആകെ വിഷമിച്ചു. ഹസ്ബൻഡ് ഞങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു പ്ലംബറുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. ആ ചേട്ടൻ പരിശോധിച്ചിട്ട് ലീക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഡൗട്ട് തോന്നിയ പല കാര്യങ്ങളും ചെയ്തു നോക്കി. ഒന്നും മനസ്സിലായില്ല. ഞാൻ ആകെ വിഷമിച്ചു. കാരണം ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നെയാണ്. പിന്നീട് ഞാൻ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. എൻ്റെ വിഷമം കണ്ടപ്പോൾ വേറെ ഒരാളെ ഹസ്ബൻഡ് വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹവും നോക്കിയിട്ട് ശരിയാക്കാൻ പറ്റാതെ പോയി. 3ാമതും ഒരാളെ വിളിച്ചു. ആ ചേട്ടൻ പറഞ്ഞത് പഴയ പ്ലംബിംഗ് എല്ലാം മാറ്റി പുതുതായിട്ട് ചെയ്യാമെന്ന്. എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് ചെയ്തു തരാമെന്നും പറഞ്ഞു. അദ്ദേഹവും പോയി. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന്. പക്ഷെ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും ഏകദേശം 5 മാസമായി സാർ. വീട്ടിൽ മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി തിരക്കിലായതുകൊണ്ടാണ് ഇത്രയും താമസിച്ചു പോയത്. പിന്നെ ഭഗവാനല്ലാതെ എനിക്ക് ആരുണ്ട്? ഞാൻ ഭഗവാന്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു, കണ്ണാ, അമ്മ എന്ത് ബുദ്ധിമുട്ടുന്നു, കണ്ണൻ ഇത് കാണുന്നില്ലേ, ഒന്ന് ശരിയാക്കി താ കണ്ണാ. അത് കേട്ടുകൊണ്ട് എൻ്റെ അടുത്തിരുന്ന മോള് ചിരിച്ചിട്ട് പറഞ്ഞു, കണ്ണന് പ്ലംബിംഗ് അല്ലേ പണി, അമ്മയ്ക്ക് വന്ന് ശരിയാക്കി തരാൻ. ഞാനപ്പോൾ പറഞ്ഞു, കണ്ണൻ എന്താ അറിയാത്ത, ഇത് ശരിയായി കിട്ടുകയാണെങ്കിൽ ഞാൻ ത്രിമധുരത്തിൽ പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാവിലെ ഹസ്ബൻഡ് മക്കളും ഒക്കെ പോയിട്ടോ. ഞാൻ അടുക്കളയിൽ ഓരോ പണിയിലാണ്. ഉച്ചയായിട്ടും വെള്ളം തീരുന്നില്ല. ആവശ്യത്തിന് മാത്രമേ വെള്ളം എടുക്കുകയുള്ളൂ. എനിക്ക് ആകെ സംശയമായി. ഞാനിന്ന് കൂടുതൽ സമയം മോട്ടോർ ഇട്ടോ എന്നൊക്കെ വിചാരിച്ചു. അന്ന് വൈകിട്ടാണ് വെള്ളം തീർന്നത്. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞില്ല. എൻ്റെ തോന്നലാണെങ്കിലോ. പക്ഷേ പിറ്റേ ദിവസവും ഇങ്ങനെ തന്നെ സാർ. എനിക്ക് സന്തോഷം കൊണ്ടാണോ എന്തോ കരഞ്ഞു പോയി. കാരണം എന്ത് കാര്യമുണ്ടെങ്കിലും കണ്ണനോട് പറയുന്ന ഞാൻ ഈ 5 മാസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കണ്ണനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ശരിയാക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതങ്ങനെ ശരിയായി. അത്ഭുതമല്ലേ അത്? വീട്ടിലുള്ളവരോടെല്ലാം പറഞ്ഞു. അവരും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മോളോട് ചോദിച്ചു, കണ്ണൻ എന്താ അറിയാത്തതായിട്ടുള്ളത് എന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല സാർ. എഴുതാൻ താമസിച്ചു പോയി. കണ്ണാ ക്ഷമിക്കണേ. ഹരേ കൃഷ്ണ. എന്താ കഥ? ഇങ്ങനെയൊക്കെയാണല്ലേ. കണ്ണന് പ്ലംബിംഗ് പണി അറിയുമെന്ന് ഇന്നലെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ചേട്ടൻ അയച്ചു തന്ന, ചേട്ടനോ ചേച്ചിയോ എന്ന് ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കാനും അത്ഭുതപ്പെടുത്താനും നമ്മുടെ ചുറ്റും നമ്മളറിയാതെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ വ്യക്തി നന്നാവണം. നിങ്ങളെന്ന വ്യക്തിയുടെ മനസ്സ് നന്നാവണം. അത്രയും നല്ല മനസ്സുണ്ടെങ്കിലേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ കേട്ടോ. അത് പറയുന്നില്ല, ഒന്നും വിചാരിക്കരുതേ. വേറെ എന്താ? ഒന്നുമില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. അങ്ങനെ നമ്മൾ ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ഹരേ കൃഷ്ണ.